എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ധാരാളം ഔഷധ ഗുണമുള്ള മൾബറി ഇല കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂമ്പല നോക്കി പറിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. കഴുകിയെടുത്തു. ഇനി അതൊന്ന് സാധാരണ ചീര അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇതിൽ ധാരാളം അയണും ഫൈബറൊക്കെ ഉള്ളതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നമ്മുടെ മുടി വളരുന്നതിനും കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. ഇല മാത്രമല്ല, പഴവും കഴിക്കുന്നതിനും ജ്യൂസായിട്ട് കുടിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. 50 ഗ്രാം സാമ്പാർ പരിപ്പും കൂടെ വേവിച്ച് ചേർക്കാം. ഇനി അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി 2 പച്ചമുളകും കൂടെ പറിച്ചെടുത്ത് അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങയും 2 പച്ചമുളക്, ഒരു 6 ചുമന്നുള്ളി, 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം, അരച്ചെടുക്കണ്ട. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ മൂക്കുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് 4 ചുമന്നുള്ളി അരിഞ്ഞതും 3 വെളുത്തുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും 2 പച്ചമുളകും കീറിയിട്ടു. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിക്കുക. നന്നായി മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മൾബറി ഇല ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നൊരു തോരന്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി മൂടി വെക്കാം. സാധാരണ ചീരത്തോരനേക്കാളും ടേസ്റ്റുള്ളതാണ്. മൂടി വെക്കാം. ഇലയൊക്കെ വാടി വെന്ത് വന്നു. ഇനി സാമ്പാർ പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഒരു തോരൻ റെഡിയാവും. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. മൾബറി ഇല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇല ചുരുണ്ടു പോകാൻ, കീടങ്ങൾ നശിപ്പിക്കുക അതൊന്നും ചെയ്യില്ല. തുറന്ന് നോക്കാം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒതുക്കി വെച്ചിരുന്നത് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. തേങ്ങയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂടി വയ്ക്കുക. തുറന്ന് നോക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കി ടേസ്റ്റ് ചെയ്യാം. അല്പം ഉപ്പ് കൂടെ കുറവുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തു. ധാരാളം ഔഷധ ഗുണമുള്ള മൾബറി ഇലത്തോരൻ റെഡിയായി. ടേസ്റ്റും ഗുണവുമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് മൾബറി ഇല തോരൻ. ഇനിയൊരു സെർവ് ബൗളിലേക്ക് വിളമ്പാം. വലിയ പരിചരണമൊന്നും വേണ്ട. ഒരു കൊമ്പ് എവിടെയെങ്കിലും നട്ടിട്ട് കഴിഞ്ഞാൽ ധാരാളമായിട്ട് വളർന്നു വരും ഒന്നാണ് മൾബറി. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി മൾബറി ഇല കൊണ്ടുള്ള തോരൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.